എന്നാന്ന് വെച്ച പരിപാടികളുണ്ട്. 5 പേരുടെ കിറ്റാന്നാ പറഞ്ഞേ. 5 പേരുടെയാ. അമ്മ കുടിക്കോ? എന്നാ വല്ല കള്ളവല്ലാണോ? അമ്മ കാത്തിരുന്ന് വിഷമിച്ച് കാണും. ഇപ്പൊ പോന്നിട്ട് 10 മിനിറ്റല്ലേ കറിക്കറ്റ് കിട്ടിയില്ല. പിന്നെ 2 വാഴയിലയുമായി കാട്ടിൽ നിൽക്കുന്ന അമ്മ. പുലിയുണ്ടോ കാട്ടില്? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള സംഭവം? വെൽക്കം ടു അവർ ഓണസദ്യ. ഇങ്ങനെയല്ലേ വെക്കേണ്ടത്? ഇല ഞാൻ പല പ്രാവശ്യം പറഞ്ഞു മീൻകറി. എവിടെ ഇരുന്നതാ? പുളിയിഞ്ചിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? വേറെ കാര്യം നമ്മൾ മറന്നുപോയി. ചിപ്സും ചക്കര വരട്ടി. അയ്യോ ശരിയാണല്ലോ. ഈ കറികൾ ഓരോ സൈഡിലും ഇന്നത് വിളമ്പടുന്നുണ്ട്. അതിന്റെ ഓർഡർ ഒന്നും എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അറിയാവുന്നവര് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കേരള സൈഡിയോട് അത്ര ഇതില്ല. കൊടുത്തതിന്റെ കാരണം എന്നാ? കാരണം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടോപ്പുകളൊക്കെ നെഞ്ചത്ത് ഇരിക്കും. ടോപ്പുകളാ ഗിൽറ്റ് ടോപ്പ്. ഇപ്പൊ അപ്പനും മകളും കൂടെ നമ്മുടെ തിരുവോണം ഡേയിൽ വന്ന ഫോട്ടോഷൂട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ കണ്ടിട്ടുള്ള ഡ്രസ്സാണിത്. പക്ഷെ ഇതിന് ഗിൽറ്റ് ഫോട്ടോയിൽ അത്രയും കിട്ടിയിട്ടില്ല. എന്നാലും അടിപൊളി ഗിൽറ്റ്. അതെ, നിറയെ ഗിൽറ്റ് ഉള്ളതാണ്. ഞാൻ എടുത്തുകൊണ്ടായിരിക്കും കിട്ടാതെ. അത് അത്രയും കിട്ടിയിട്ടില്ല. പക്ഷെ നല്ല ഭംഗി അതിന്റെ കളർ കേട്ടോ. ഒരു പേസ്റ്റൽ ഷെയ്ഡുള്ള ഒരു കളർ. ഓണമൊക്കെ അല്ലേ, അതാ. അപ്പ ഒരു കാര്യം ഞാനൊന്ന് പറയട്ടെ. അപ്പനും മകളും കൂടെ ഇപ്പ പോവാണ്. ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത് വന്നോന്ന് എനിക്കറിയില്ല. ഇന്നലെ മിനിയാന്നും ഒക്കെ തിരക്കായതുകൊണ്ട് ഓരോ ഫംഗ്ഷനുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങള് ഊണിന് വേണ്ടി കറി കിറ്റ് ഓർഡർ കൊടുത്തേക്കുക. പായസം ഇല്ല, കറി കിറ്റ്. അപ്പൊ പായസം വേറെ സെപ്പറേറ്റ് ഇവള് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് എടുക്കാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ പോവാ. ഞാൻ പോകുന്നില്ല കേട്ടോ, അത് വേഷം കണ്ട അറിയാലോ. അപ്പൊ ഓക്കെ, ദേപ്പ എടുത്തു ഇറങ്ങിക്കോ. ഇനി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇല വെട്ടാം. ചോറ് വെച്ചോ? പിന്നെ ചോറ് വെച്ചു, കുക്കറിൽ റെഡിയാക്കി. ഇനി വാർത്തെടുത്താ മതി. ചോറ് ഇവിടെ വെക്കുക. അത് എനിക്ക് പുറത്തെ കറി നമുക്ക് ഇനി 2 ദിവസത്തേക്കൊക്കെ കഴിക്കാലോ. എന്നാന്ന് വെച്ച പരിപാടികളുണ്ട്. 5 പേരുടെ കിറ്റാന്നാ പറഞ്ഞേ. 5 പേരുടെയാ. 1200 രൂപ കറി കിറ്റിന്. അപ്പൊ നമുക്ക് അത്യാവശ്യം കഴിക്കാനുണ്ടാവും. പിന്നെ ഇലയില തൊട്ടല്ലേ എല്ലാ കറികളും വിളമ്പുക. സാമ്പാറൊന്നും തൊട്ട് കഴിഞ്ഞാ ഞാൻ സമ്മതിക്കില്ല. അതെ. ഓക്കെ, പോയി വന്നാട്ടോ. ശരി. വെക്കണ്ടായിരിക്കും അല്ലേ? കാറിന്റെ പുറകിലിരുന്ന ഡിക്കിക്കകത്ത് ഇരുന്ന പെട്ടിയാ. ബോക്സ് ഇങ്ങോട്ട് വെച്ചു. നിന്റെ ഓണപ്പൂ നിങ്ങൾ ഓൾറെഡി ഇന്നലെ കണ്ടിട്ടുണ്ടാവും. ഫോട്ടോഷൂട്ട് വീഡിയോയിലും ഉണ്ട്. അത് ഉണ്ടോ? ഞാൻ അകത്തേക്ക് പോവാ. അപ്പൊ എന്നാ നോക്കണേ. ഞാൻ ആദ്യം കരുതി എല്ലാവരുടെയും സദ്യ ഒരുക്കങ്ങളൊക്കെ റെഡിയായോ? അപ്പോൾ എല്ലാവരും എത്ര കൂട്ടം കറികൾ ഉള്ള സദ്യയൊക്കെയാണോ ഒരുക്കണേന്ന് പറയണം കേട്ടോ. സിമ്പിളാണെങ്കിലും പറയണേ. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥലത്തു കേട്ടോ. ഞാൻ ഓണായതുകൊണ്ടാണ് ജിമിക്കൊക്കെ എടുത്തിട്ടത്, ഓണം വൈബ് കിട്ടാൻ. ഇത്രയും ദിവസം ഓണാറ്റേർ ആയത് കാരണം ഇന്ന് ഓണാറ്റേർ ഇട്ടില്ല കേട്ടോ. കാരണം ഇത്രയും ദിവസം ഒരാഴ്ച കണ്ടിന്യൂസ് ഓണം വേഷത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഇടാതിരുന്നത്. ഇനി ഇന്ന് നല്ല മഴക്കാറുണ്ടല്ലോ. ക്യാമറയില് നന്നായിട്ട് കറുത്തിരിപ്പുണ്ട്. നല്ല കറുത്തിരിപ്പുണ്ട്. പക്ഷെ നേരിട്ടത് ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് വെളുത്ത മേഘ. പോണ വഴിക്ക് നല്ല ഭംഗിയുള്ള നെൽപ്പാടല്ല അല്ലേ, പച്ച വിരിച്ച് കിടക്കണ. ഇത് പച്ച വിരിച്ച് കിടക്കണല്ലേ? നെല്ലല്ല. നെല്ലുണ്ട്. കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ പുല്ല, പക്ഷെ നല്ല പച്ചപ്പ്. ഞങ്ങൾ സ്ഥലത്തെത്തി. ഇനി ഫുഡൊക്കെ എടുത്തു വെക്കട്ടെ കേട്ടോ. നോക്കട്ടെ. അതെ, കൊറേ കറി കിറ്റുകളൊക്കെ. യോഗർട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ വെക്കാം. ഇത് കെട്ടി വെക്കാം. ഇതും വെച്ചോ അതിനകത്ത് യോഗർട്ട്.
ഇതന്നെ കുപ്പിയിലൊക്കെയാണോ യോഗർട്ടും വെക്കാം? ആ എല്ലാം നല്ല പാക്കിംഗ് കേട്ടോ. നമ്മള് പാത്രം ഒന്നും കൊണ്ടുപോകണ്ടല്ലോ. തിരക്കാവുന്നതിന് മുമ്പേ അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഇത് 10 മണിയായി കഴിഞ്ഞാലേ ഇത് 10 ആയില്ലല്ലോ, 9:45 നമ്മള് അമ്മ വളരെ ഹാപ്പിയാ. അതെ അമ്മക്ക് ഇനി 2-3 ദിവസത്തേക്ക് കറി വേണ്ട. അതെ ചീത്തയാവുന്നു നോക്കി ആദ്യം എടുത്ത് തീർക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഈ സാമ്പാർ അതൊക്കെ അമ്മ കുടിച്ചോളും. അമ്മ കുടിക്കുവോ? എന്നാ വല്ല കള്ളവല്ലാണോ? അമ്മക്ക് സാമ്പാർ വലിയ ഇഷ്ട. കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷൻ നല്ല പ്രാന്തപ്രദേശം. അമ്മ കാത്തിരുന്ന് വിഷമിച്ച് കാണും. ഇപ്പൊ പോന്നിട്ട് 10 മിനിറ്റല്ലേ ആയുള്ളൂ. അമ്മയുടെ സഹജമായ അസഹിഷ്ണുത കൊണ്ട് ചിലപ്പോ കാത്തിരുന്ന് വിഷമിക്കും. അമ്മ കേക്കട്ടെ വീഡിയോയില് പറ്റുന്നത്. ഇപ്പൊ വീട്ടിൽ എത്തിയിട്ട് കാണാട്ടോ. കറിക്കറ്റ് കിട്ടിയില്ല. അപ്പ അവിടെ രാവിലെ കോണ്ടാക്ട് ചെയ്തതാ. അപ്പൊ അവര് പറഞ്ഞു ചേട്ടാ 9:30 വന്നേക്കാൻ. എന്നെ അങ്ങനെ പറ്റിക്കാന്ന് പറഞ്ഞോ. കറിക്കിറ്റ് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കാനൊന്നുമില്ല. ശരവണ അരിയല്ല ഇവിടെ ഇവിടെ അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ അപ്പനെ കൊണ്ട് മേടിപ്പിക്കും. അതാണ് അമ്മ, അറിയാലോ. ഓക്കെ ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലം അവരില്ലേ ഒരു ബാഗിൽ തരുവായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ട ഷോപ്പർ ബാഗ്. അവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. കറികളൊക്കെ ഉണ്ട്. അതെല്ലാം മേശപ്പുറത്തങ്ങ് നിരത്തിയിട്ട് ഒരു പടം എടുക്കാം. ഇതന്നെ അടയ്ക്കാത്ത ഇത് വെക്കണം. അത് ഊണ് വിളമ്പുമ്പോ പോലെ. ഇതിപ്പോ ചുമ്മാ കറികളങ്ങ് നിരത്തി വെച്ചിട്ട് എണ്ണ നോക്കാമല്ലോ. കറികൾ ഓരോന്ന് എടുക്കട്ടെ. അല്ല എടുത്തിപ്പൊ പറയാനൊന്നും ടൈമില്ല കേട്ടോ. നമുക്ക് അങ്ങ് എടുത്തു വെക്കാം. കൊറേ പരിപാടികളുണ്ട്. അതെന്നാന്ന് മനസ്സിലായോ? യോഗർട്ടാ. ആണോ? ഓ അതും തന്നിട്ടുണ്ട്. 5 പേർക്കുള്ള കറി കിറ്റാട്ടോ നമ്മൾ വാങ്ങിച്ചേക്കണേ. തൊടുകറി ആകുമ്പോ 5 പറഞ്ഞാലും അത് നമുക്ക് ആവശ്യത്തിനേ ഉണ്ടാവുള്ളൂ. അതല്ല ഒഴിച്ചുകറി ധാരാളം കാണും. എന്റെ ഫേവററ്റ് കറി മധുരക്കറി. അതെനിക്ക് താല്പര്യമില്ല. എനിക്ക് വലിയ ഇഷ്ടാ. സദ്യയില് മധുരക്കറി ഫേവറേറ്റ് ഇല്ലേ? കഴിഞ്ഞ കൊല്ലം തന്ന പാത്രത്തിൽ തന്നെ ഇത്തോണം തന്നേക്കണം. അങ്ങനത്തെ ഡബ്ബ തന്നെ. അത് ഞാൻ ഇത്തവണ അതില് നാളെ അച്ചപ്പം മേടിച്ച് പൈല ഇട്ട് വെച്ച. ആണോ? കണ്ടപ്പോ എനിക്ക് തോന്നി അമ്മയുടെ ഫേവറേറ്റ് ആണല്ലോ സാധനം. അതാ നല്ലത്. എപ്പോഴും കച്ചിയെടുക്കണം നല്ലത്. അത് നമുക്ക് കച്ചിയെടുക്കാം. ഓക്കെ പടം എടുത്തോട്ടോ. ഇപ്പൊ എത്ര കൂട്ടം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 കൂട്ടം. 13 കൂട്ടം പപ്പടത്തോട് കൂടി. റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, കേട്ടല്ലോ. അതെ 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 കേട്ടല്ലോ. ഇപ്പൊ ഹാപ്പി ആയി. ഏതായാലും ഹാപ്പിയായി. ഇല കണ്ടു വെച്ചിട്ടുണ്ടോ? കഴിഞ്ഞോണ ഇല വെട്ടാൻ പോയിട്ട് നമുക്ക് കിട്ടിയേ ഇല്ല. അതുകൊണ്ടാണ് കണ്ടുവെച്ചത്. നമുക്ക് പോവാൻ തെളിച്ച് കാടും വഴിയും വെട്ടിത്തെളിച്ച് സൂക്ഷിച്ചു പോണട്ടോ. കാരണം എന്താന്ന് വെച്ചാലേ വെട്ടിത്തെളിച്ചിട്ടായിരുന്നതാ. പക്ഷെ 3 ആഴ്ച കൊണ്ട് വളർന്ന കാടാണ്. 3 ആഴ്ച. സെപ്റ്റംബർ 20 അല്ല ഓഗസ്റ്റ് 20 കഴിഞ്ഞപ്പോ വെട്ടിത്തെളിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് ഇന്നിപ്പോ 14 ആയുള്ളൂ. മഴയുടെ ഇതുകൊണ്ട് മൂർധന്യം കൊണ്ട് അയക്കണമുണ്ടോ? എന്റെ പുറകെ പോരെ കേട്ടോ.
നിങ്ങളെല്ലാരും ഇതിൽ നടക്കണമെന്ന് പേടിയാന്ന് സബ്സ്ക്രൈബേഴ്സ് പറയൂലേ? ഞങ്ങൾക്ക് അങ്ങനെ പേടിയില്ല, കാരണം ഞങ്ങൾ സ്ഥിരം നടക്കണ ഇതായതുകൊണ്ട്. പിന്നെ എന്നാലും വല്ലതും കിടന്നാൽ അറിയില്ല, ഞാൻ തട്ടിത്തട്ടിയെ പതുക്കെ പോണേ അതുകൊണ്ട്. ഓക്കെ, പാടാല്ലേ? കാടും വഴിയും വെട്ടിത്തളിച്ച് അവിടെ നിന്നോ, ദേ ഇവിടെ ചാറ്റാട്ടോ. നാലില വെട്ടണായിരിക്കും. ഇല്ല, ഞാൻ 2 വെട്ടി വെച്ചു. ഓ, ബാക്ക് സൈഡിൽ നിന്ന്. അത് ബാക്ക് സൈഡിലായതുകൊണ്ട് അത് വലുതാ. ഇനിയിപ്പോ വലുതങ്ങനെ ഇല്ല ബാക്കിൽ, അതാ അങ്ങോട്ട് പോവാൻ കേട്ടോ. വെട്ടട്ടെ? പിന്നെ കഴിയെടുക്കണം, അത് കഴിക്കാൻ നേരത്തെ മതി. വെട്ടി വെച്ചാ പിന്നെ ഇന്നൊരു മഴമൂട് പോലെ ഉണ്ടല്ലേ? ഇവിടെ ആയിരുന്നു. മാറിക്കോ, കറ പറ്റും. അത് സാരമില്ല, അത് സാരമുണ്ട്. നല്ല ഡ്രസ്സല്ല, എൻ്റെ പിന്നെ നൈറ്റിയാ. വിട്ട് വേണേ. പണ്ട് ഇവിടെ ഓണത്തിന്റെ സമയത്ത് ഇല വെട്ടിക്കൊണ്ടിരുന്ന ആരാന്നറിയാവോ? അപ്പച്ചൻ, അമ്മച്ചി. അമ്മച്ചിയുടെ ഡ്യൂട്ടി ആയിരുന്നു ഇലവെട്ട്. ഭയങ്കര ഹര അമ്മച്ചിക്ക് ഇലവെട്ടാൻ പോണു. ഇത് വേണമെങ്കിൽ ഇച്ചിരി ലെങ്ത് കുറയ്ക്കാം, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ. ദേ 2 ഞാൻ വെട്ടി അവിടെ വർക്കേരിയയിലെ ബെഞ്ചേരി വെച്ചിട്ടുണ്ട്. നമുക്ക് പോകാം. പോകുമ്പോ പോവാം. 2 വാഴയിലയുമായി കാട്ടിൽ നിൽക്കുന്ന അമ്മ. 2 വാഴയില അകത്തിരിപ്പുണ്ട്. പുലിയുണ്ടോ കാട്ടില്? പുലി കൊച്ചു കുഞ്ഞിക്കുട്ടി കുഞ്ഞിക്കുട്ടി ഞാൻ ഹാപ്പിയോടെ ഇട്ടു. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള സംഭവം? മിറ്റത്തെ ടൈലിന്റെ ഇടയ്ക്ക് ഇതൊക്കെ വരും. ഇത് ഇവിടെ കുഞ്ഞോള് പറിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇത് പറിക്കരുത്, മോള് വന്ന് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഇത് പറിക്കാന്ന് പറഞ്ഞത്. ഞാൻ എന്റെ മിസ്റ്റേക്ക് ആട്ടോ, ബൈ മിസ്റ്റേക്ക് ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കുമ്പോ നനവ് വീണ് കളിച്ചാക്കണതാ. അപ്പം മിനിങ്ങാന്നില്ലേ ഇത് കണ്ടപ്പോ കാലം കണ്ട് ചവിട്ടാൻ പോയി, ചെരുപ്പും കണ്ട്. ഞാൻ പറഞ്ഞു കളയല്ലേ, അതിന്റെ എത്ര കേമാണോന്ന് ചോദിച്ചു. പെരക്കകത്തേക്ക് ചെടി വന്നത് പുല്ല. അപ്പം ഞാൻ പറഞ്ഞല്ല, അവള് വരുമ്പോ പടം എടുക്കാനാന്ന്. ത്രോയിറ്റവേ നീ നോക്കിക്കോ, നീ ആർക്കും കാണാൻ പറ്റൂല. കണ്ടോ? വെൽക്കം ടു അവർ ഓണസദ്യ. വൈകിട്ടായി പോയി മാത്രം, ഇങ്ങനെയല്ലേ വെക്കേണ്ടത്. അല്ല അത് ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. ക്യാമറ റണ്ണിങ്. പായസം അങ്ങേറ്റിട്ടിരിക്കണം, അത് അവസാനം എടുക്കാന്ന് അങ്ങനെ വെച്ചേ. അമ്മ ശ്രദ്ധിച്ചോ? അറേഞ്ച് ചെയ്തോട്ടെ. അപ്പയ്ക്കത് നന്നായിട്ട് അറിയാം. തരം ചോറ് ഇല്ല, എല്ലാരും ഇരിക്കുന്നത് നോക്കട്ടെ. ഇത് പഴപ്രഥമൻ, മറ്റേത് പരിപ്പ്. ചോറ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചോറാ ഇഷ്ടം, അതുകൊണ്ടാണ് ചോറ് മേടിക്കണ്ടെന്ന് വിചാരിച്ചത്. പാലക്കാടൻ മട്ട റൈസ്, ചുവന്ന അരിയുടെ ചോറാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇത് നമ്മള് പായസം അടുത്ത 2 ദിവസത്തിനകം ഒരെണ്ണം ഉണ്ടാക്കണ്ട് ഇവിടെ. അപ്പൊ ഇത് വാങ്ങിച്ച പായസം മാത്രമേ ഉള്ളൂ കേട്ടോ. പായസം കാണിക്കാം. പിന്നെ ചോറെടുത്താലോ? ഒരു മിനിറ്റ്. അവിയല, മധുരക്കറി, എരിശ്ശേരി, കൂട്ടുകറി, തോരൻ, 2 കൂട്ടം പായസം, ഇത് പച്ചടി, ഇഞ്ചിക്കറി, മാങ്ങാക്കറി, നാരങ്ങാക്കറി. ചോറിട്ടോ? ആദ്യം കുറച്ചിട്ടേക്ക് എടുക്കാം അല്ലേ? തുമ്പപ്പൂ ഇല്ല, അല്ല ചുമന്ന അരിയുടെ ചോറ. എല്ലാവർക്കും ചോറ് വിളമ്പേച്ച് കറികൾ പിടിക്കാം അല്ലേ? അതെ അതെ അതെ, കുറച്ച് മതി കേട്ടോ. സ്വല്പം മതി. പണ്ടത്തെ കയ്യിലല്ലേ ഇത്, ഈ കുഴിയുള്ളത്? അമ്മച്ചിയുടെയാ. അമ്മച്ചി വാങ്ങിച്ച കയ്യിലാണ്. അതിങ്ങനെ ചാറുകറിക്ക് എടുക്കണം. നീ മറ്റു കറികളൊക്കെ അപ്പയ്ക്ക് അരിയിലിട്ടേക്കട്ടെ എന്നാ. അമ്മയ്ക്ക് ഇട്ട് തരണം, അതാണ് അതിന്റെ മെയിൻ. കാളൻ സെക്കൻഡ് ട്രിപ്പിന് അല്ലേ? സാമ്പാറിന്റെ കൂടെ കാളൻ കൈമറ്റിക്ക് കാളാൻ പറ്റൂല. അവിയൽ കേട്ടോ.
അവിയലിന്റെ പ്രത്യേകത എന്താ? എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളും തന്നെ അടങ്ങിയിട്ടുണ്ട് അല്ലേ? മധുരക്കറി. മധുരക്കറി അപ്പയ്ക്ക് അധികം താല്പര്യമില്ല. ഈ കപ്പ് നമ്മുടെ മറ്റേ പഴയ ടൈപ്പ് കപ്പല്ലേ? ഇത് നമ്മുടെ വർക്കി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാനും അപ്പയും നീ ചെറുതായിരുന്നു ഇപ്പൊ തൃപ്പൂണിത്തുറ വർക്കി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാ. അത് അടപ്പുണ്ട് കേട്ടോ, അതിന് മുടിയുണ്ട്. ഞാൻ എടുത്തോന്നു. ഇത് എരിശ്ശേരി വരട്ടെ, ഇവിടെ വെക്കട്ടെ. എരിശ്ശേരി അപ്പയ്ക്ക് ഇഷ്ടം. നല്ല ഇട്ടോ ഉള്ള അങ്ങനെ അധികം കൂട്ടില്ല. എരിശ്ശേരി ബാക്കി വെച്ചേക്കണ്ട. അടുത്തതാ കൂട്ടുകറി. എനിക്കറിയാം ഇഷ്ടമല്ലാന്ന്. ഈ കൂട്ടുകറിയുടെ കളറാ ശരിക്കും. കൂട്ടുകറി മതിയോ? അത് മതിയോ? അപ്പയ്ക്ക് കൂട്ടുകറി അത് മതി. ക്യാബേജ് തോരൻ. ഞാൻ ക്യാബേജ് തോരൻ പറഞ്ഞ ക്യാബേജ് പീരാമ. അതെന്നാ പുതിയ പേര്? ക്യാബേജ് പീര അല്ല, അതല്ല. മറ്റു കറികൾ ഇടണ എല്ലാ മീൻകറി എവിടെ ഇരുന്നതാ? ഇനി 3-4 ദിവസം കഴിയാതെ മീൻകറി കിട്ടൂല. അമ്മ കെട്ടിപ്പോയി. ഞാൻ ഉണ്ടാക്കാതെ ഇവിടെ എങ്ങനെ മീൻ അത് മതിയോ? ഇന്നലെ ഉത്രാടത്തിന് നമ്മൾ കഴിച്ച ആ വിശാലമായ ഊണ് ഓർത്തങ്ങ് ഉണ്ടാവതേ എല്ലാവർക്കും. ആ ഇത് കുറച്ച് ലൂസ് ആയിട്ടുള്ള ഇഞ്ചിയാണല്ലേ ഇവിടെ എടുത്തേ. നമ്മള് പോലെ തന്നെ ഇച്ചിരി ലൂസാ. മാങ്ങായും ഇതും വേണ്ട അല്ലേ? പപ്പടം തരാം. പപ്പടം നമുക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 5 എണ്ണം അവര് തന്നത് 5 കാച്ചി. ഇത് മുറിക്കാത്തത് അടിയിലുണ്ട്. മുറിച്ച് കാച്ചി എന്നിട്ട് ഞാൻ 5 കാച്ചി. പിന്നെ ഇരിക്കുന്നത് മുളക് പപ്പടം. അല്ല, എല്ലാവർക്കും വെക്കണം പപ്പടം അതിലേക്ക്. അപ്പൊ പറ്റിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്ന പപ്പടത്തിനെ ഭയങ്കര എണ്ണ കുടിപ്പ്. ഞാൻ എന്നിട്ടില്ലേ ഇത് ചെയ്തു. എന്തിനാന്നറിയാമോ? ടിഷ്യൂല് വെച്ചു. ചില പപ്പടങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഒരു പടം എടുത്തിട്ട് കേട്ടോ, കൈയൊന്ന് വായിക്കില്ല. 2 കറി കുറവുണ്ട്. അത് മഞ്ഞല്ലേ? അതെനിക്ക് വലിയ താല്പര്യമില്ല. നിനക്ക് സാമ്പാറാണോ കാളനാണോ ഒഴിക്കട്ടെ ആദ്യം? ഞാൻ കൂടെ വരട്ടെ. എങ്ങനെയാണോ നടക്ക് ഒഴിക്കാൻ പറ്റുമോ എനിക്ക്? അപ്പയ്ക്ക് ഒറ്റപ്പപ്പടം തരാന്നാ. അമ്മ എന്നെ ഇടയ്ക്ക് എഴുതിയിട്ടൊക്കെ പോണേ. എനിക്ക് കറിയുന്നുണ്ട്. കാളനാണോ നീ ഒഴിക്കണേ? കാളനുള്ളപ്പോ പിന്നെ ഞാൻ സാമ്പാർ എടുക്കൂ. ഇതെന്താ കറി? അത് എരിശ്ശേരി. നിനക്ക് പിന്നെ മധുരക്കറി ഇടാം. എനിക്ക് മധുരക്കറി വേണ്ട കേട്ടോടി. ഇതെനിക്ക് ലാവിഷായിട്ടാണ് കിട്ടോളാം ഉണ്ടല്ലോ. എനിക്ക് മധുരക്കറി വലിയ മുന്തിരി ഉണ്ടായിരുന്നേ. മുന്തിരിങ്ങ ഒന്നും ഇട്ടില്ലാലും കുഴപ്പമില്ല. പൈനാപ്പിളിന്റെ രുചി ഒന്ന് വരണം. ഒരു മുന്തിരി ഉണ്ടായിരുന്നോ? അത് മതി. ഇനി അടുത്ത കറി കിട്ടോ? എന്റെ കൈ എത്തൂല. എടുത്തോണ്ട് വരട്ടെ കേട്ടോ. കാളൻ നടുക്ക് ഒഴിക്കട്ടെ. സാമ്പാർ കൂടി എനിക്ക് സാമ്പാർ ഞാൻ വെച്ച് വെച്ചിപ്പോ ഇവിടെ അല്ലേ കൂട്ടുകാരെ? ഇവിടെ 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 കൂട്ടുകാരിക്ക് പിശുക്ക് വേണമെന്നില്ല. മതി 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 മതി. ഇനി വേണ്ട, ഇനി വേണ്ട. എല്ലാ കറികളും തൊട്ട് ഇട്ടാൽ മതി, എക്സെപ്റ്റ് മധുരക്കറി. മധുരക്കറി പിന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് പിന്നെ എനിക്ക് ഇഷ്ടം. എത്ര വേണമെങ്കിലും എടുക്കാം. മറ്റുള്ളതൊന്നും ഒരുപാട് നമ്പർ ഓഫ് കറികൾ കൂടുമ്പോഴേ എല്ലാം കഴിക്കാൻ പറ്റില്ല. കൂടുതൽ ഇട്ടാൻ പറ്റില്ല. ക്യാബേജ് തോരൻ നല്ല ലൈറ്റിംഗ് ഉണ്ട് കേട്ടോ. ക്യാബേജ് തോരൻ എവിടെ ഇടണം? ഇവിടെ എടുത്താ പറയാത്തോണ്ട് മതി മതി. എനിക്കൊന്നും വേണ്ട. ഒരു സ്പൂൺ എടുത്തോളാം. എടുത്തോളാം. എൻ്റെ എടുത്തോളാം. എൻ്റെ വേണമെന്നില്ല. പച്ചടി ഇഞ്ചിക്കറി അമ്മയ്ക്ക് കൂടെ ഇട്ടോ ഈ കൂട്ടത്തില്. പച്ചടി മുളക് കൊണ്ട് ഇട്ടോ. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് സദ്യ? തെറ്റില്ല. കറികൾ ഇത്തവണ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. കറി കിട്ടും. നിങ്ങൾ കണ്ടല്ലോ വാങ്ങിക്കാൻ പോയതൊക്കെ. അതെ. ഇഞ്ചിക്കറി എവിടെ ഇടണം? ഇവിടെ ഇടാം. അത് വേണമെങ്കിൽ ലാവിഷായിട്ട് ഇട്ടോ, കുഴപ്പമില്ല. മതി മതി മതി.
കഴിച്ചു ശരിയാ. അമ്മയുടെ ഊണ് കഴിക്കൽ കണ്ടോ, എല്ലാം തൊട്ട് കഴിക്കും. ഞാൻ അങ്ങനെയാ, സാമ്പാറും ഇലയായതുകൊണ്ടേ അരികിൽ ഒഴിച്ചാൽ ഒഴുകി പോകാം, ചോറിലേക്ക് ഒഴിച്ചു ബാക്കിയെല്ലാം തൊട്ട് കാണാനൊരു ശരിയില്ല. തൊട്ട് ആണ് വെജിറ്റേറിയൻ സദ്യ കഴിക്കുന്നത്. അതുകൊണ്ടാണ് 5 പേരുടെ സദ്യ തൊട്ട്. ആണോ? വെജിറ്റേറിയൻ എപ്പോഴും തൊട്ടല്ലേ തന്നതാ സദ്യ. ഹോട്ടലിൽ പിന്നെ നമ്മൾ ചോദിച്ചാലേ 2ാമത് തരുവുള്ളൂ. അത് കൂടുതൽ നമ്പർ ഓഫ് കറികളുണ്ട്. കറികൾ കൂടുതൽ ഇട്ടാൽ നമുക്ക് കഴിച്ചു നിൽക്കാൻ പറ്റില്ല. ഇഷ്ടമുള്ള കറി 2ാമത് ചോദിച്ചാൽ ഹോട്ടലുകാർ തരും. നമ്മൾ ചോദിക്കാറുണ്ട്. നല്ലതാണോ? ഒഴിച്ചുണ്ടോ? ആസ് യൂഷ്വൽ ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് കാണിച്ചു തരാം. കാളനും ചോറും കൂടെ അങ്ങ് കൂട്ടി കുഴയ്ക്കും ആദ്യം. അതിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പുളി ഇഞ്ചി, ഇത് ഇഞ്ചിക്കറിയാന്ന് തോന്നുന്നില്ല. അല്ല, പക്ഷെ പുളിയാ മുന്നിൽ. തേങ്ങ വറുത്തരച്ചിട്ടില്ല. ഇല്ല, പക്ഷെ പുളിയാണ്. പുളിയുടെ കാവാതാ, പിന്നെ മധുരം കുറച്ച് ഇട്ടിട്ടുള്ളതാ. സ്വൽപ്പം മധുരക്കറി ഇതിന്റെ കൂടെ അങ്ങ് എടുക്കും. സ്വൽപ്പം കൂട്ടുകറി ഇങ്ങെടുക്കും. സ്വൽപ്പം ഒരു പൊടിക്ക് എരിശ്ശേരി, ഒരു പൊടിക്ക് ഇതാ കുറച്ചെടുത്തോട്ടോ അമ്മ. ഇത്ര അങ്ങ് കൂട്ടി അങ്ങ് കുഴയ്ക്കും. നമ്മുടെ പച്ചടീനെ മറക്കരുത്. ഞാനിവിടെ എങ്ങാണ്ട് ഒഴിച്ചായിരുന്നു പച്ചടി. പച്ചടി നല്ലതാണ്. ഇങ്ങനെയാണ് ഞാൻ കഴിക്കണേ. ഈ അങ്ങ് കഴിക്കുക. കാളനിലേക്ക് ഇച്ചയും ഇഞ്ചിക്കറി കൂടി ഒഴിക്കുന്നുണ്ട്. നല്ല കോമ്പിനേഷൻ അല്ലേ? പുളിയിഞ്ചിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? പുളിയും മധുരവും എരിവും ഉള്ള കറി. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നതാണ്. ശരിയാകാം. അപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി പിടികിട്ടിയത്. പക്ഷെ ഇതിനില്ലേ മധുരം നേരത്തെ മധുര. പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ. പുളി എരിവുണ്ട് പാകത്തിന്. എരിവെന്ന് വെച്ചാൽ ഇഞ്ചിയുടെ എരിവാണ്. പുളിയുണ്ട്, മധുരം നേരത്തെ മധുരമുള്ളൂ. നല്ല കറിയാ. എല്ലാ കറികളും 5 പേർക്കെന്ന് പറഞ്ഞാൽ അവര് അങ്ങനെ വിളമ്പാൻ ഉദ്ദേശിച്ചേക്കണത് അതാണ്. നമ്മള് കറിയൊക്കെ കൂടുതൽ കഴിക്കണോണ്ടാ ഇത് 5 പേർക്ക് തികയാത്തത് പോലെ തോന്നണം. അത് നമ്മൾ നോൺവെജ് അല്ലേ എപ്പോഴും. പിന്നെ തോരനാണെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കും. ചോറ് കുറവും തോരൻ കൂടുതലല്ലേ എപ്പോഴും കഴിക്കണം. അതുകൊണ്ടാണ് നമുക്ക് കറി ഇച്ചിരി കുറവാണോ എന്നൊരു തോന്നൽ വന്നത്. പച്ചക്കറി സദ്യയിൽ എപ്പോഴും കറി ഒരു ഇച്ചിരി മാത്രമല്ലേ ഇടുള്ളൂ. നമ്മള് ചരവണയിലും അരിയിലും ഒക്കെ കയറുമ്പോ 2ാമത് അവരോട് കറി ചോദിക്കാറില്ലേ? സാമ്പാർ പിന്നെ അല്ലെങ്കിലും കൊണ്ടേ ഒഴിക്കും രസമൊക്കെ. അപ്പൊ നമ്മൾ കൂടുതലും ചോദിക്കുന്നത് മറ്റു കറികളാണ്. 1, 2, 3 കറികൾ മതി. അത് നമ്മൾ വീണ്ടും ചോദിക്കും. ഇത് ആവശ്യമുള്ളത്. സാധാരണ പുറത്തു പോകുമ്പോ വെജിറ്റേറിയൻ കഴിക്കാറുണ്ട്. നേരത്തെ കറി കേട്ടോ പറഞ്ഞു, നിങ്ങൾ കാണാറുണ്ടല്ലോ അതല്ലേ? സദ്യയിൽ ഓരോ കറികളും ഓരോ സൈഡിൽ വിളമ്പണം എന്നുണ്ട്. വേറെ കാര്യം നമ്മൾ മറന്നുപോയി, ചിപ്സും ചക്കര വരട്ടി. അയ്യോ ശരിയാണല്ലോ. ഇനിയിപ്പോ വേണമെന്നില്ല, എടുത്തു വെക്കണം. അത് ആദ്യം വെച്ചപ്പോഴായിരുന്നു ഞാൻ കാവത്ത് വെച്ചത്. അമ്മ കാവത്ത് വെച്ചു, പക്ഷെ നമ്മള് തിരക്കിനിടയില് സംഭവം മറന്നുപോയി. ശർക്കര വരട്ടി മേടിച്ചതാട്ടോ, ഞാൻ ഉണ്ടാക്കിയതല്ല. ഞാൻ ഉണ്ടാക്കിയത്. ഈ കറികൾ ഓരോ സൈഡിലും ഇന്നത് വിളമ്പണമെന്നുണ്ട്. അതിന്റെ ഓർഡർ ഒന്നും എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അറിയാവുന്നവര് കമന്റ് ചെയ്യണം കേട്ടോ. സദ്യയിൽ മിനിമം എത്ര കൂട്ടം ക്വാണ്ടിറ്റി ആണ് വേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് വലിയ ധാരണയില്ല. അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യണേ. പിന്നെ പരിപ്പൊക്കെ വെക്കും അല്ലേ? പരിപ്പ് ആദ്യം ചോറും പരിപ്പും തരും. അത് കഴിഞ്ഞ് പിന്നെ സാമ്പാർ കൊണ്ട് കഴിക്കണം എന്നാ പറയണേ. അത് കഴിഞ്ഞ് കാളൻ, പിന്നെ മോരുകറി, അങ്ങനെ എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട് സദ്യ കഴിക്കുന്ന രീതിയിലാണ്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. അറിയാവുന്നവര് കമന്റ് ചെയ്യാം. ജസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ ആണ് കേട്ടോ, മനസ്സിലാക്കിയിരിക്കാലോ. എല്ലാവരും സദ്യയൊക്കെ കഴിഞ്ഞ റെസ്റ്റ് ചെയ്തിരിക്കുവാണോ? ഉച്ചസദ്യ കഴിഞ്ഞ എല്ലാവരും റെസ്റ്റ് ചെയ്യണോ? അത്താഴം കഴിക്കുമായിരിക്കും. 9 മണിയായി.
ഞങ്ങൾ പോയി വന്നപ്പോൾ തന്നെ വൈകി, സന്ധ്യയോടടുത്തു. പിന്നെ മേടിച്ചുകൊണ്ട് വന്ന സംഗതികളൊക്കെ ചൂടാക്കി എടുത്തു. നമുക്കിന്ന് ഉച്ചയ്ക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടതായിരുന്നു, എമർജൻസി വന്നു, അതുകൊണ്ട് ഞങ്ങൾ പോയി. അതുകൊണ്ട് സദ്യ വൈകിട്ടാണ് കഴിക്കണം. ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് വെജ് മീൽ കഴിച്ചു കൂട്ടോ. അതെ, മീൽസ് ആയിട്ടാ കഴിച്ച. ഇക്കുറിയും ഏറ്റവും കൂടുതൽ സദ്യ കഴിച്ച ഒരു വർഷമായിരുന്നു എനിക്ക്. ഒരുപാട് സദ്യകൾ ഞാൻ കഴിച്ചു. ഞങ്ങൾ കഴിച്ചില്ല, ഞാൻ കഴിച്ചു. നീ കഴിച്ചു. ഞാനൊരു സദ്യ ലവർ കൂടിയാണ്, എനിക്കിഷ്ടമാണ് സദ്യ കഴിക്കാൻ. അമ്മയുടെ അവിടെയൊക്കെ പണ്ട് തിരുവോണനാളിൽ ഇതുപോലെ കുറെ കൂട്ടം കറിയൊക്കെ ഉണ്ടാക്കും. അതുപോലെ ഒരുപാട് പായസം ഉണ്ടാക്കും, പരിപ്പ് പായസം. മെയിനായിട്ട് എന്നാക്ക കറികളാണ് ഇതില്. എരിശ്ശേരി, സാമ്പാറും എരിശ്ശേരിയും ഇഞ്ചിക്കറിയോ നാരങ്ങാക്കറിയോ ഏതെങ്കിലും ഉണ്ടാവും. ഇങ്ങനത്തെ നാരങ്ങാക്കറി അല്ല, തേങ്ങ വറുത്തരക്കണം നാരങ്ങാക്കറി. പിന്നെ അതിലേതെങ്കിലും ഒരു കൂട്ടം എരിശ്ശേരി ഉണ്ടാവും. പിന്നെ സാമ്പാർ സ്ഥിരം ഉണ്ടാ. അവിയലും ചിലപ്പോ ഉണ്ടാക്കാം, ചിലപ്പോ ഉണ്ടാക്കൂല. അത്രയൊക്കെ ഉള്ളു. പണ്ടത്തെ കാലത്ത് അത്രയൊക്കെ ഉള്ളു വീടുകളിൽ. വീടുകളില് ഇവിടെയും അധികമൊന്നും ഉണ്ടാക്കാറില്ല അങ്ങനെ. അപ്പയ്ക്ക് വെജിറ്റേറിയൻ സദ്യ അധികം താല്പര്യമില്ല, അപ്പച്ചനും അങ്ങനെ താല്പര്യമില്ല. ഇവിടെ ഉണ്ടാക്കുന്നത് പായസമായിരുന്നു, പരിപ്പ് പായസം. അമ്മച്ചിയുടെ ഫേമസ് പരിപ്പ് പായസം. പിന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കും, എന്തെങ്കിലും ഒരു കൂട്ട് തോരൻ ഉണ്ടാക്കും. പിന്നെ അമ്മച്ചി നാരങ്ങാക്കറിയോ ഇഞ്ചിക്കറിയോ ഏതെങ്കിലും ഉണ്ടാക്കും. നാരങ്ങാക്കറി കൂടുതലും ഉണ്ടാക്കണം, തേങ്ങ വറുത്തരച്ച നാരങ്ങാക്കറി. അത്രയൊക്കെ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ. ഞാനും അങ്ങനെ ചെയ്യാറുള്ളൂ. പക്ഷെ ഈ വീഡിയോ പരിപാടി തുടങ്ങിയ പിന്നെയാണ് ഇങ്ങനെ പല കൂട്ടം കറികൾ ഉണ്ടാക്കുവോ. ഇത്തവണ മേടിച്ചു, കഴിഞ്ഞ പ്രാവശ്യവും കറിക്കിറ്റ് മേടിച്ചു നമ്മൾ ഇവരുടെ തന്നെ. അങ്ങനെ ചെയ്യാറ് കൂട്ടോ, അല്ലാണ്ട് ഒരുപാട് ഐറ്റം ഒന്നും ചെയ്യാറില്ല. ഏതെങ്കിലും പായസം ഉണ്ടാക്കുമെന്നല്ലാതെ. അതൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങളുടെ അവിടെ ഉച്ചയ്ക്ക് തിരുവോണത്തിൻ്റെ ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, കുമാരൻ്റെ കട. ആ കടയുടെ അവിടെ അന്ന് 3-4 ബസ്സുകളൊക്കെ ആ റൂട്ടേ ഉള്ളൂ. പക്ഷെ അന്ന് മിക്കവാറും ബസ്സുകളൊക്കെ ഓട്ടോ ഒന്നും ഉണ്ടാവില്ല, തിരുവോണമായതുകൊണ്ട്. അപ്പൊ ആ പരിസരത്തുള്ള എല്ലാവരും അവിടെ കൂടും. എന്തിനാണോ? കളികള്, ക്ലബ്ബൊന്നുമല്ല, പിള്ളേരുകള് വലിയവര് എല്ലാവരും. ഞങ്ങളൊന്നും കളിക്കാൻ പോലും, ഞങ്ങൾ കാണാൻ പറമ്പിൽ കയറിയിരിക്കും. എന്നിട്ട് ആ താഴെ കുമാരന്റെ കടയുടെ അവിടെ നടു റോഡിലിട്ട് കളികള് കേക്കണ്ടാവും. മക്കള് പുള്ളി മരിച്ചുപോയി, മക്കളും ഭാര്യയുണ്ട്. എന്നിട്ട് എങ്ങനെയാന്ന് അറിയാമോ? വടംവലിയൊക്കെ റോട്ടിലിട്ടാ. എന്നിട്ട് ഞങ്ങള് സ്റ്റൂളൊക്കെ കൊണ്ടിടും, വലിയപ്പച്ച കസേര ഇടും. അച്ഛൻ ചാച്ചന്റെ വീട്ടിലെ കുഞ്ചാച്ചൻ കുഞ്ഞമ്മ എല്ലാരും വരും. ഞങ്ങൾ നമ്മുടെ പറമ്പിൽ ഇരിക്കുവാ, നിന്നാലൊന്നും തീരൂല. ഉച്ച കഴിയുമ്പോ അവിടെ പോയിരിക്കും 3 മണിയാകുമ്പോഴത്തേക്കും. നമ്മുടെ ആ പറമ്പിന് മുകളിൽ കയറി ഇരുന്ന് മൊത്തം കാണാം. ഒരുപാട് ആൾക്കാർ പറമ്പിലേക്ക് കയറി വരും കാണാൻ, റോഡിൽ നിന്ന് വിഷമിച്ച് കഴിയുമ്പോ. ഇല്ല, ഒച്ചമ്മ, സുരേഷി അച്ഛൻ, അച്ഛൻ ചാച്ചൻ. അന്ന് അച്ഛനായിട്ടില്ലല്ലോ, സ്കൂളിൽ പഠിക്കുന്ന ആളായിട്ട്. അമ്മാച്ചൻ, ഞാൻ, കുഞ്ചാച്ചൻ, കുഞ്ഞമ്മ. നോബി അതിനിടയ്ക്ക് ഏതാണ്ട് പങ്കെടുത്തിട്ട് അവസാനം നോബി വീണു, കയ്യിലും കാലയിലൊക്കെ തൊലി പോയി. മറന്നുപോയി. നമ്മളൊരു പ്രാവശ്യം അവിടെ ചെന്നപ്പോഴാണ്. അത് പള്ളിയിലല്ലോ ആയിരിക്കും ചിലപ്പോ, എനിക്കറിയില്ല കേട്ടോ, ഓർക്കണില്ല. എന്റെ ഓർമ്മയിൽ അതില്ല. ഒരുപാട് കളികൾ അവിടെ ഉണ്ട്, റോട്ടിൽ സ്ഥിരമുള്ളതാ. അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഇന്നത്തെ പോലെ ഓണഘോഷം അല്ലാതെ നല്ല നാടൻ. അതെ, നല്ല രസമാണ്. ഇന്ന് നമ്മൾ ആ പഴയ ഓർമ്മകൾ റീക്രിയേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. കൂട്ടുകറി നല്ല കേട്ടോ, ഈ കൂട്ടുകറിക്ക് പക്ഷെ മധുരം ഇല്ല. ഇത് മധുരം ഇല്ലാത്ത കൂട്ടുകറിയാ. നേരം മധുരക്കറി എല്ലാ കറികളും നല്ല കറികളാണ്. നമ്മുടെയൊക്കെ ഒരു ടേസ്റ്റിനനുസരിച്ചാ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിയാ, അങ്ങനെ ഓവറായിട്ട് മസാലകളൊന്നുമില്ല, മസാലകളോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള. നല്ല കായത്തിന്റെ ഒക്കെ രുചിയുണ്ട്. അതുകൊണ്ടല്ല എനിക്ക് സാമ്പാറുള്ളപ്പോ പിന്നെ എന്ത് കാളൻ. എനിക്ക് വേണമെന്നില്ല, രാത്രിയിൽ വേണ്ടതാ. ഇതെന്നാ ഞാൻ പോലും അറിയാതെ അപ്പ എൻ്റെ ഇലയിലേക്ക് കുറെ ശർക്കര വരട്ടിയൊക്കെ എടുത്തിട്ടു കേട്ടോ. മധുരക്കറി അത് വേണ്ട, കൂട്ടുകറി വേണം നിനക്കാ. മഴയില്ലാതെ പോയല്ലോ. ഇനിയിപ്പോ കുഴക്കണ്ട, കുറെ ഹെവിയായി. വേണ്ട പച്ചരി നല്ലായിരുന്നു കേട്ടോ.
നല്ല പാവയ്ക്ക ആയതുകൊണ്ടേ നമുക്ക് ഇഷ്ടായി. പാവയ്ക്കായിരുന്നു. പാവയ്ക്ക പച്ച പാവയ്ക്ക പച്ചടിയാ. അതിന്റെ കഷ്ണം ഞാൻ കണ്ടില്ല. നല്ല കയ്പൊക്കെ ഉണ്ട്. കഷ്ണം കാണില്ല, വറുത്തേച്ചിടുവല്ലേ, അതുകൊണ്ട് അങ്ങനെ നൈസായിട്ട് കിടക്കുക. അതാ പരിപ്പ് നല്ലതാ. അവര് വെള്ളശർക്കരയാന്ന് തോന്നുന്നു ഉപയോഗിക്കുന്നത്. വലിയ കുഴപ്പമില്ല, മധുരമൊന്നും അധികമില്ല. കുഴപ്പമില്ല, മിതമായ മധുരമുള്ളൂ. ടേസ്റ്റ് ചെയ്താലേ പെണ്ണെടുത്തപ്പോ അതിൽ ഇച്ചിരി കുറവാ. പക്ഷെ നമുക്ക് ഈ ഇടയ്ക്ക് ഒരുപാട് പായസങ്ങൾ കഴിക്കണമായിരുന്നു. ഇച്ചിരി കുറഞ്ഞ മധുരം ഇരിക്കണ നല്ലത്. പായസങ്ങൾ മാത്രമല്ല, പക്ഷേ ഞങ്ങൾക്ക് ഐസ്ക്രീം, ഗുലാബ് ജാം, ശർക്കര വരട്ടി ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ കുറെ എടുത്ത് കഴിക്കും. ചിപ്സും ശർക്കര വരട്ടിയൊക്കെ. ശർക്കര വരട്ടി മേടിച്ചതാട്ടോ. എല്ലാവരുടെയും വീട്ടിൽ എന്ത് ടൈപ്പ് പായസമാണ് ഉണ്ടാക്കിയെന്ന് പറയാൻ. പരിപ്പാന്ന് തോന്നുന്നു അല്ലേ ഓണത്തിന്റെ ആ ഒരു മെയിൻ വൈബ, ട്രഡീഷണൽ ആ ഒരു പായസം പണ്ട് തൊട്ടേ ഉണ്ടാക്കാറില്ല. പക്ഷെ പരിപ്പ് ഇച്ചിരി ഹെവിയാ. ഈ സദ്യ കഴിച്ച് കഴിയുമ്പോ പരിപ്പ് പായസം കൂടെ കഴിക്കുമ്പോ ഭയങ്കരമായിട്ട് വയറ് നിറയും. കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പായസം ആണെങ്കിൽ അത്രയും അങ്ങ് നിറയില്ല. ഏതാ നിന്റെ അഭിപ്രായത്തില് ലൈറ്റ്? പാലട അല്ലെങ്കിൽ ഈ വെള്ള അരിപ്പായസം, വൈറ്റ് അരിപ്പായസം, അത് കുറച്ച് ലൈറ്റാണ്. ഈ നാരങ്ങാക്കറി നല്ലതാ കേട്ടോ. മാങ്ങ വർഷത്തിൽ ഒരു തവണ മാത്രം കഴിക്കുന്ന പച്ചക്കറി സദ്യ ഞങ്ങൾ കേട്ടോ. വിഭവങ്ങൾ കൂട്ടി, ഇത്രയും വിഭവങ്ങൾ കൂട്ടി നിങ്ങൾ കഴിക്കാറില്ല. വിഷുവിനൊക്കെ ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് കഴിക്കാറുണ്ട് അല്ലേ? പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ കൊറേ വിഭവങ്ങൾ. എനിക്ക് സാമ്പാറോ, ഒരു ഇലർത്തുകറി, ഒരു പപ്പടം ധാരാളം. എനിക്ക് എന്നെ സംബന്ധിച്ച എനിക്ക് മീനും വേണ്ട, ഒന്നും വേണ്ട. സാമ്പാർ ആവശ്യമായിട്ട് കുപ്പിയിലാണ് എന്നെ അറിഞ്ഞാന്ന് തോന്നുന്നു. ഒരു വലിയ കുപ്പി നിറച്ചുണ്ട് സാമ്പാർ. സന്തോഷായി. എന്റെ ഇല ക്ലീനായി. എന്റെ അപ്പഴേ ഏറ്റവും ക്ലീൻ. ഇപ്പൊ ഈ കഴിച്ച കറികളിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി കൂട്ടുകറിയും സാമ്പാർ. സാമ്പാറും കാണാനും നല്ലതാണ്. പായസം കുടിക്കട്ടെ. കാര്യായിട്ടാ അപ്പൊ പായസം രണ്ടും കൽപ്പിച്ചാ. ഞാനൊരു പപ്പടം എടുക്കട്ടെ. ആഹാ, പറഞ്ഞു പറഞ്ഞ എല്ലാം മറന്നു. വർത്താനം പറഞ്ഞ് എന്നെ പലതും നടക്കും. കാരണം ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. അത് കാരണം ഇപ്പൊ ഞാൻ പരിപ്പ് പായസം ഇല്ലേ, പപ്പടത്തോടു കൂടി കഴിക്കുക. അതും അമ്മ തൊട്ടൊക്കെയാണ് കഴിക്കണേ. പപ്പടം അങ്ങ് പൊടിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഒഴിക്കണം. അങ്ങനെ വേണം കഴിക്കാൻ. എനിക്കിതാ ഇഷ്ടം. അപ്പം നിനക്ക് അതായിരിക്കും ചിലപ്പോ ശാസ്ത്രീയ വശം. ഞാനിപ്പോ ഈ വശം കഴിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെയൊക്കെ ബാല്യം അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഓണം കൂടി കഴിഞ്ഞു. തിരുവോണം പറഞ്ഞു. അപ്പം പറഞ്ഞോ അമ്മ പറഞ്ഞു. എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു തിരുവോണ ആശംസ നേരത്തെ പറഞ്ഞു അല്ലേ? ഇനി അടുത്ത വർഷത്തേക്ക് ഓണത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷയോടെ. നല്ല ഒരു പുതുവത്സരം എന്ന് പറഞ്ഞ പോലെ നല്ലൊരു വർഷം ആവട്ടെ, ചിങ്ങപ്പുലരി അല്ലേ? അപ്പക്ക് എന്തെങ്കിലും മെസ്സേജ് പറയാനുണ്ടോ? എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓണായിട്ട് അമ്മ എന്നാ കസവ് സാരിയൊക്കെ ഉടുത്തു. ഏതായാലും എനിക്ക് കേരള സാരിയോട് അത്ര ഇതില്ല. കശുവിന്റെ ബ്ലൗസ് ഇട്ടില്ല, ഹക്കോബ ഇട്ട. ഉടുത്തതിന്റെ കാരണം എന്നാ? കാരണം പിന്നാലെ അറിയാം. അതെ 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 അപ്പൊ ഡ്രസ് മാറുന്നു. അതെ അതെ അതെ, ഞാൻ ഓൾറെഡി ഡ്രസ് മാറി. ഞാൻ നിന്റെ വാട്സ്ആപ്പിൽ കണ്ടോണ്ടിരിക്കുക. എങ്ങും പോവാനല്ല കേട്ടോ, റബ്ബർ ചെരുപ്പൊക്കെ ഇട്ട. പകുതിയുള്ളൂ. നമ്മുടെ ഷൂട്ടിംഗ് സെറ്റൊക്കെ റെഡി ആയിട്ടോ. ഇതാണ് നമ്മുടെ ചൂല്. അതെന്താന്നറിയോ, ലൊക്കേഷൻ ഇട്ടേക്കണതാ. എവിടെയാ നിക്കണ്ടേന്നുള്ളത് കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അവിടെ അടയാളത്തിന് വെച്ചേക്കണ. ദേ നമ്മുടെ ട്രൈപ്പോഡിന് ഒരു ഇളക്കമുണ്ട്. ഇവിടെ ഇത്തിരി ഇളക്കമുണ്ട്. ഇവിടെ ഒന്ന് ഒട്ടിച്ചു തരണേ ഫെവിക്കോള് വെച്ച്. ഇവിടെ ഇച്ചിരി ഒട്ടിച്ചാൽ മതി. ഫെവിക്വിക്ക് ആവുമ്പോൾ ഇരുന്നോളും. ഇവിടെ ഒരു ഇളക്കമുണ്ട്, അതാ നേരെ വെച്ചിട്ട് ഒട്ടിക്കണം. ഞാൻ കാണിച്ചു തരാം. അപ്പം അപ്പയൊന്ന് ഒട്ടിച്ചു തന്നാൽ മതി. ഇവിടെ
ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ ചിലപ്പോൾ മാറിപ്പോവും. ഇപ്പൊ തൊടണ്ട. ഇതേ ഇപ്പൊ ഞാൻ ഒരു കണക്കിന് ഇവിടെ വെച്ചേക്കും. ഇവിടെ ഒരു ഇളക്കമുണ്ട്. നേരെ ഇരുന്നാ മതി ഈ സാധനം. ഇത് നേരെ ഇതിങ്ങ് ഊരി പോകുന്നതാ. അതാ തൊട്ട് കഴിഞ്ഞ പൊസിഷൻ പോകും. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ചൂലും പറ്റിക്കോ. ഓണം സ്പെഷ്യൽ മാൻഡേറ്ററി ഫോട്ടോഷൂട്ട്. ഇപ്പൊ ഓണത്തിന് ഫോട്ടോഷൂട്ടൊക്കെ വളരെ മാൻഡേറ്ററി ആണല്ലോ. അപ്പ റെഡിയാണോ? അപ്പ തന്നെ ഇതിന്റെ കൂടെ ഓറഞ്ച് കരമുണ്ട്. അപ്പൊ ഇന്ന് കോൺട്രാസ്റ്റാ. അതുള്ളു. പിന്നെ ഈ തേച്ചതൊക്കെ എടുത്താ പിന്നെ 2-3 ഫോട്ടോ എടുക്കാട്ടോ. ആന മാലയാണല്ലോ. അതെ അതെ അതെ, ഒട്ടകാണോ? ആനയാ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ള കുറച്ച് നല്ല ഫോട്ടോസും കൂടി നിങ്ങളെ കാണിച്ചുകൊണ്ട് പ്രത്യാശയോടെ നല്ലൊരു തിരുവോണക്കാലം കൂടി കടന്നു പോവുകയാണ്. ഒപ്പം 2 ആഴ്ചയോളം നീണ്ടു നിന്ന നമ്മുടെ ഈ ഓണം സീരീസും ഇന്നത്തോടെ അവസാനിക്കുകയാണ് കേട്ടോ. കുറച്ചധികം ബുദ്ധിമുട്ടിയാണ് ഈ ഓണം സീരീസ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. എങ്കിലും നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷവും അതിലേറെ സാറ്റിസ്ഫാക്ഷനും ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുകയാണ് ഞങ്ങൾ. അതുപോലെ കുറച്ച് നാളായിട്ട് നോൺ സ്റ്റോപ്പ് ജോലികളിൽ ഏർപ്പെട്ടിരുന്നതിനാൽ ഇനി വരുന്ന 2 ദിവസം, അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് മെയിൻ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ. ഷോർട്ട് വീഡിയോ ഉണ്ടാവേ. കഴിഞ്ഞ 2 മൺഡേയ്സും നമ്മൾ അഡീഷണൽ വീഡിയോസ് ഇട്ടിരുന്നല്ലോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് സാറ്റർഡേ പതിവ് പോലെ വീണ്ടും കാണാം. അതുവരേക്കും ബായ്. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ബായ്, ടേക്ക് കെയർ, സീ യു.